You heard about what people are saying about the Communist Party and what Gundaism, about their Gundaism actually, Communist Party and their Gundaism. So many Gundas are here actually and doing Gundaism. We can't even, peacefully sit inside our house. Some criminals are doing impersonation. വാൾമാറാട്ടം നടത്തുക നമ്മളെക്കുറിച്ച്. നമ്മുടെ വീട്ടിനകത്താണെങ്കിലും കുറേ ആൾമാറാട്ടമായിട്ടൊരു ഇവളാ വരുന്നത്, വൃന്ദ എന്ന് പറയുന്ന ഇവൾ വലിയൊരു നമ്പർ 1 കള്ളിയാണ്. ഇവളുടെ സ്കൂളിൽ പോയി ഇവളുടെ അക്കാഡമിക് റിപ്പോർട്ടൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാവും ഇവൾ എന്തുമാത്രം പഠിച്ചതാണെന്നും ഇവളെ എങ്ങനെ ഉള്ളവളാണെന്നൊക്കെ ഉള്ളത്. ഇവളുടെ വളരെ പൂറായിട്ടുള്ള അക്കാഡമിക് ഇതാണ് ഇവൾക്ക് കേട്ടോ. നോക്കുകയല്ലോ അവൾ ഇങ്ങനല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നമ്മളെ നോക്കുക ഇവള്. ഇങ്ങോട്ടിങ്ങോട്ടാ ശ്രദ്ധ അവളുടെ. പിന്നെ ഇവളുടെ പോലെ മോന്തയാക്കുക ഇവളുമാരുടെ ജോലി. നമ്മളെ ഇങ്ങനെ വീർപ്പിച്ച് പിടിക്കുക ഇവളുടെ ജോലി. എങ്ങാണ്ട് കേട്ടക്കെടുമ്പിൻ്റെ ക്രിമിനൽ കെടുമ്പിൻ്റെ ഇവൾ പക്ക നമ്പർ 1 ക്രിമിനലാണ് ഇവളാരാ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളൊക്കെ ഉണ്ടാക്കാൻ? ഇവളാരാ നമ്മളെക്കുറിച്ച് ആൾമാറാട്ടം ഉണ്ടാക്കുക? ഒരു കൊലപാതകം ചെയ്തവൻ, അവൻ്റെ മോളും കുറേ അവന്മാർ, ഇവളൊക്കെ ആരാ നമ്മളെക്കുറിച്ച് 10-20 വർഷങ്ങളോളം ജയിലിൽ കിടന്നവനൊക്കെ കയറി ആളാവാൻ വരുന്നത്? ഇവനൊക്കെ ഇവൻ്റെ വീട് നോക്കിയാൽ പോരായോ? കുറേ പാർട്ടിക്കാരാന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വരിക, നമ്മുടെ വീട് അടിച്ചു പൊളിക്കുക, നമ്മുടെ പ്രമാണങ്ങൾ തപ്പുക, അങ്ങനെ പല പല രീതിയിലുള്ള ആക്ടിവിറ്റീസുമായിട്ട് നടക്കുക ഇവന്മാർ. മനസ്സിലായില്ലേ? പല പല ആക്ടിവിറ്റീസുമായിട്ട് നടക്കുക. അവിടോട്ടൊരു വണ്ടി വന്നിട്ടുണ്ടല്ലോ അവൻ്റെ. ഇങ്ങനെ പല പല ആക്ടിവിറ്റീസുമായിട്ട് നടക്കുക, ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റിയുമായിട്ട്. ഇവളാണ് നമ്മളെക്കുറിച്ച് ആൾമാറാട്ടം നടത്തുന്നത്. നമ്പർ 1 ഇവളുടെ നോട്ടം കണ്ടില്ലേ നമ്മളെ? ഇവൾക്ക് നമ്മളെ അങ്ങ് ദഹിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇവൾ നമ്മളെക്കുറിച്ച് പല പല നമ്മുടെ വസ്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കുക. ഇവളുടെ വീട്ടുകാരും ഇവളും കൂടെ വസ്തുക്കൾ നമ്മുടെ തട്ടിയെടുക്കാൻ നോക്കുക. അങ്ങനെ പല പല ആക്ടിവിറ്റീസാണ് ഇവൾ നടത്തുന്നത് ശരിക്കും കേട്ടോ. പല പല ആക്ടിവിറ്റീസ്. ഇവിടെ നോട്ടം കണ്ടില്ലേ നമ്മളെ? ഇവളെന്തോ ഇത്ര നോക്കാൻ? ഇവളങ്ങ് നോക്കി പേടിപ്പിക്കുന്നത്, നമ്മളെ നോക്കി അങ്ങ് പേടിപ്പിക്കുന്നു ഇവള്. പല പല ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നത്. ഇവളിവിടെ വരിക, നമ്മളെക്കുറിച്ച് അനാവശ്യങ്ങൾ കഥകളുണ്ടാക്കുക, ഇങ്ങനെ നടക്കുക ഇവളുമാർ. ഇങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് കുറേ ക്രിമിനൽസ് കയറുക. ഒരു രമേശിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ബാറിൻ്റെ അവിടെ വൃത്തിയാക്കത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറൊക്കെ ഈ ഇവന്മാരുടെ SNDPയും ബാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുക. അവിടെയൊക്കെ വൃത്തിയാക്കത്തുള്ളൂ, വേറെ റോഡ് സൈഡൊന്നും വൃത്തിയാക്കത്തില്ല. അങ്ങനെ പല പല ആക്ടിവിറ്റീസാണ് ഇവന്മാർക്കും ഉള്ളത്. നമ്മളെക്കുറിച്ച് അനാവശ്യം ഉണ്ടാക്കുക. ഇത് നമ്മുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവളുമാർ അവിടെ ഇതെല്ലാം വരുന്നത്. ഇവളിങ്ങനെ ഇവളുടെ അക്കാഡമിക് റിപ്പോർട്ടൊക്കെ സ്കൂളിൽ പോയി എടുത്താൽ മതി. ഇവിടെ ഏട്ടത്തിയുണ്ട് ഒരുത്തി, വീണ എന്ന് പറയുന്നത്. അവിടെ ചെന്ന് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവളുമാരൊക്കെ പണ്ട് മുതലേ നല്ല ഒന്നാന്തരം മറ്റവളുമാരായിരുന്നു എന്നുള്ളത്. ശരിക്കും പല പ്രാവശ്യം തോറ്റു പഠിച്ചവളുമാരാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇവളുമാരുടെയൊക്കെ ഹിസ്റ്ററി എടുത്തു തരും. ഹിസ്റ്ററി നമ്മളെ എങ്ങനെങ്കിലും വക വരുത്തിയിട്ട് ഇതിനകത്ത് എൻ്റെ അച്ഛൻ്റെ ഇതിനകത്ത് കയറി ഇതാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും കുറേ ക്രിമിനൽസുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ പുറകിൽ. അതിനകത്ത് ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന അവളും ഉണ്ട്, നമ്പർ 1. അവൾ ഭയങ്കര കള്ളിയാണ്. അവളും ഇതുപോലത്തെ ഇവളുമാരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റ് അവൾക്ക്. ഈ പ്രീത എസ് പണിക്കർ രാജമ്മ, അവൾ രാവിലെ ദിവസം അങ്ങ് വിളിക്കുക, തൃശ്ശൂരിൽ നിന്ന് അങ്ങ് വിളിയായി ഇവൾക്ക്. എന്തുവാ അങ്ങ് അവൾക്ക് അവിടെ ഇരിക്കപ്പുറത്തില്ല. അവളങ്ങ് ചുമ്മാ അങ്ങ് വിളിച്ച് എന്താ വാന്നാ കുഞ്ഞേ വലിയ ഡ്രാമകൾ, എന്തെല്ലാം ഡ്രാമയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാം. കുഞ്ഞേ നീ എങ്ങും പോവല്ലേ കുഞ്ഞേ, എന്തുവാന്നാ എന്താ ഡ്രാമയാണെന്ന് നമുക്കറിയത്തില്ല. ഇവളുമാർ എൻ്റെ ഒരു അമ്മച്ചി എന്തുവാന്നാ എന്നോടില്ലാത്ത ഇതുപോലെ എന്തൊക്കെ ഡ്രാമയാണ് ഇതെല്ലാം. എങ്ങും പോവല്ലേ, ഏതാണ്ട് ഞാനേതോ അവനെ കെട്ടി എവിടെയൊക്കെ പോയി ഇപ്പം അവിടെ നിന്ന് ഞാനിങ്ങ് എങ്ങോട്ടൊക്കെ പോവാണെന്നുള്ള രീതിയിൽ അനാഥാലയമോ. എനിക്കെൻ്റെ വീടുണ്ട്, ഇതെൻ്റെ വീടാണ്. ഇവിടുമാരങ്ങ് ഡ്രാമ എടുക്കുക. 10 ലക്ഷമൊക്കെ പ്രീത എസ് പണിക്കർ വാങ്ങിച്ചിട്ട് എന്തെല്ലാം കള്ളത്തരമാണെന്നും നമുക്കറിയത്തില്ല. എൻ്റെ അമ്മച്ചിയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വലിയ വൻ കള്ളത്തരങ്ങളാണ് ഇവളുമാർ നടത്തുന്നത്.
എന്തൊക്കെയോ വലിയ നമ്പർ 1 കള്ളി എൻ്റെ അമ്മയെന്ന് പറയുന്നവളും എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങളാണ് ഇവൾ നടത്തുന്നത് ഇവിടെ. ഈ വസ്തുവും വീടുമൊക്കെ എനിക്ക് എഴുതി തന്നേച്ച് ഇവളുടെ കാലശേഷമാണ് ഇത് വെച്ചിരിക്കുന്നത് എനിക്ക്. അപ്പോൾ ഇതുവരെ എൻ്റെ കയ്യിലായിട്ടില്ല, എനിക്കൊട്ട് എഴുതി കൊടുക്കാനും പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് 2022 ജൂലൈ 18 ഇവിടുന്ന് പോയതാണ്. അതിന് മുന്നേ ഞാൻ ഇങ്ങോട്ടൊന്നും വരത്തില്ലായിരുന്നു. 2020 ഓഗസ്റ്റിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പേടിച്ചോടിയതാണ്, കാരണം ഇങ്ങനത്തെ കഥകൾ പേടിച്ച്. എന്നിട്ട് നമ്മൾ കരുനാഗപ്പള്ളി ഹോസ്റ്റൽ അങ്ങനെ പലയിടത്തും നമ്മൾ ജോലി കണ്ടുപിടിക്കുക, അവിടെ നിന്നെല്ലാം നമ്മളെ പറഞ്ഞു വിടുക, അങ്ങനെ എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങൾ ഇവളുമാർക്കുണ്ട്. ഇതെൻ്റെ വീടാണ്, എൻ്റെ പേരിലുള്ളതാണ്, എൻ്റെ പ്രമാണമെല്ലാം ഞാൻ അങ്ങ് ഡൽഹിയിൽ വെച്ചിരിക്കുകയാണ്. ഇവളുമാരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ പ്രമാണം അടിച്ചു മാറ്റാനൊക്കെ ഇവന്മാർ നോക്കി. 2020 ഒക്ടോബറിൽ ഈ പാർട്ടിക്കാരെന്ന് പറയുന്നവന്മാർ ഇവിടെ കയറി. ശശി എന്ന് പറയുന്ന ആൾ, ചെറുകുട്ടിത്തറ ശശി എന്നാണ്. ഞാൻ ആ മാമനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. മാമൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, എന്തോന്നും അറിയത്തില്ല. പക്ഷേ ഇനി ഇവിടെ വരാനൊക്കത്തില്ല അവന്മാരൊന്നും. പാർട്ടിക്കാരും ഒന്നും ഇവിടെ കയറാൻ പറ്റത്തില്ല. പാർട്ടിക്കാരൊക്കെ പാർട്ടിക്കാരുടെ കാര്യം നോക്കിയാൽ മതി. ഇവളുമാരിവിടെ വരിക, നമ്മളെ വെച്ച് കാശുണ്ടാക്കുക, ഇങ്ങനെ പല രീതിയിൽ പല കള്ളത്തരങ്ങളുമായിട്ട് നടക്കുക. നമുക്കിതൊന്നും വില്ലെഴുതി വെക്കേണ്ടതോ ഒന്നും കാര്യങ്ങളില്ല. എൻ്റെ അമ്മച്ചി കുറേ ഇങ്ങോട്ട് വരും, രാജമ്മ എന്ന് പറയുന്ന ഇവിടെ ഫോൺ ഇങ്ങോട്ട് വരും, അങ്ങ് ഭയങ്കര ഡ്രാമയാണ് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെ ഡ്രാമയാണെന്ന്, അയ്യോ കുഞ്ഞെ പോവല്ല, ഞാൻ ഇവിടുന്ന് പോവാം, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, അങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത്, എന്തൊക്കെ ഡ്രാമകളാണെന്നറിയാം ഇവിടെ നടത്തിക്കൂട്ടുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും വെറും കള്ളജാതികളെല്ലാം സ്ക്രിപ്റ്റഡ് ഡ്രാമയുമായിട്ടിരിക്കുക. സത്യസന്ധത എന്ന് പറയുന്നത് ഇവളുമാർക്ക് ഒന്നുമില്ല. നമുക്ക് ഇവളുമാരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത പോലീസുകാരന്മാരും ഈ ഡ്രാമയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസുകാരന്മാരും ഈ ഡ്രാമയ്ക്കകത്തെല്ലാം ഉൾപ്പെട്ട് നടക്കുകമാർ. എന്തൊക്കെ ഡ്രാമയാണെന്നറിയത്തില്ല. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഡ്രാമയല്ല. അവൾ വന്നിട്ടുണ്ട്, ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അതിനകത്ത് തുമ്പി എന്ന് പറയുന്ന ഡ്രാമക്കാരി. പിന്നെ തൃശ്ശൂരിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഡ്രാമ എടുക്കാനായിട്ട്. അയ്യോ ഞാനങ്ങ് പോവാം, ഞാൻ എങ്ങോട്ടോ പോവാം, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ. ഇവിടുമാരൊക്കെ ഞാനായിട്ടൊക്കെ ആൾമാറാട്ടം നടത്തി ഞാൻ ഇവിടുന്ന് എങ്ങാണ്ടൊക്കെ അങ്ങ് പോവുക, ആരാണ്ടൊക്കെ കെട്ടി അവിടുന്ന് പോകാമെന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ഡ്രാമകളാണ് ഇവിടുമാർ നടത്തുന്നത്. ഇവിളുമാരുടെയൊക്കെ ഇവളൊക്കെ എന്താ ഉള്ളിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്ര കള്ളികളാണ്, കള്ളികൾ. ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇപ്പം പറയുന്നത് കേട്ടില്ലേ, ഗൂണ്ടായിസത്തിനെ കുറിച്ച്. ഗൂണ്ടായിസം മറ്റുള്ളവർ പറയുന്നതാണ് ഞാൻ ഇട്ടത്. ഇവിടെ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ പ്രമാണം ഓട്ടിച്ചുകൊണ്ട് പോകാൻ. ഇത് കാലശേഷമുള്ളതാണ്. ബാക്കി 146 സെൻറ്റ് സ്ഥലവും വീടുമുണ്ട്. എൻ്റെ അമ്മയുടെ. അപ്പം എഴുതി കൊടുക്കാൻ ഇത് ആരെങ്കിലും എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ അവളുമാർ ജയിലിൽ കിടക്കും. ഇതേലെങ്ങാനും ഏതെങ്കിലും അവളുമാർ തൊട്ടിട്ടുണ്ടെങ്കിൽ അവളുമാർ ജയിലിൽ കിടക്കും. അവസാനം ജയിലിൽ പോയി കിടക്കത്തേ ഉള്ളൂ. എൻ്റെ വസ്തുവും വകയൊന്നും ഞാൻ ആർക്കും കൊടുക്കാനുള്ളതല്ല. വില്ലും എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആരും വില്ല് എഴുതിയപ്പോൾ ചരിത്രമൊന്നും ഇടൊന്നുമില്ല. വില്ലുകാരി അതൊക്കെ രാജമ്മയുടെ കുറേ വില്ലും പരിപാടികളൊക്കെ ആയിട്ട് പണ്ട് നടന്ന. അവൾ കുറേ വില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അറിയത്തുള്ളൂ വില്ലൊക്കെ. എൻ്റെ വസ്തു ഒന്നും വില്ലെഴുതാനുള്ളതൊന്നുമല്ല.